ഒരു വിമാനം നിർമ്മിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ വെല്ലുവിളിയാണ് അതിന് വർഷങ്ങളോളം കേടുകൂടാതെ കൃത്യസമയത്തും പറക്കാൻ സജ്ജമാക്കി നിർത്തുക എന്നത്. എന്നാൽ ആകാശത്ത് കരുത്തു തെളിയിക്കുന്ന നമ്മുടെ വ്യോമസേനയുടെ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ഇനി പൂർണ്ണമായും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല എന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കേൾക്കുമ്പോൾ തന്നെ അഭിമാനം തോന്നുന്നില്ലേ? അതെ, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ചരിത്രപരമായ ഒരു മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുമ്പോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ആ വലിയ മാറ്റം എന്താണെന്ന് നമുക്ക് ആഴത്തിൽ തന്നെ പരിശോധിക്കാം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് ഇതുവരെ വിമാനങ്ങളുടെ വലിയ അറ്റകുറ്റപ്പണികളും നവീകരണങ്ങളും മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓവർഹോൾ നടന്നിരുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലൂടെ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പതിവ് രീതികൾ മാറുകയാണ്. MKU ലിമിറ്റഡ് എന്ന ഇന്ത്യൻ സ്വകാര്യ കമ്പനിയാണ് ഇപ്പോൾ ഈ ചരിത്രപരമായ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള വിമാനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ചെലവുകളുടെ 50 മുതൽ 70% വരെ വരുന്നത് ഇത്തരം അറ്റകുറ്റപ്പണികൾക്കായാണ്. മുൻകാലങ്ങളിൽ ഇതിനേറെ സമയം വേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് കൂടി ഇതിന്റെ അവസരം ലഭിക്കുന്നതോടെ വിമാനങ്ങളുടെ പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാനും വ്യോമസേനയുടെ പ്രവർത്തന സജ്ജത വർദ്ധിപ്പിക്കാനും കഴിയുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ചരിത്രപരമായ മുന്നേറ്റത്തിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുണ്ട് എന്നത് എടുത്തു തന്നെ പറയണം. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിനപ്പുറം നിർമ്മിച്ചവയെ നിലനിർത്തുക എന്ന മെയിൻറ്റെയിൻ ഇൻ ഇന്ത്യ എന്ന പുതിയ ആശയത്തിലേക്ക് ഇന്ത്യ ചുവടുവെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തെ പ്രതിരോധ രംഗത്ത് കൂടുതൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കും എന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക വഴി നമ്മുടെ പണം രാജ്യത്ത് തന്നെ നിലനിർത്താനും സാങ്കേതിക മുന്നേറ്റം സ്വന്തം മണ്ണിൽ തന്നെ വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പുതിയ നയങ്ങളാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ആരാണ് ഈ MKU ലിമിറ്റഡ് എന്ന്? 100-ലധികം രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റി അയക്കുന്ന ഒരു ആഗോള ഇന്ത്യൻ കമ്പനിയാണ് MKU. കഴിഞ്ഞ വർഷങ്ങളിൽ 3 ദശലക്ഷത്തിലധികം സൈനികർക്കും 3000-ലധികം സുരക്ഷാ സംവിധാനങ്ങൾക്കും ഇവർ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അവരുടെ നെട്രോ സ്മാർട്ട് ഉപകരണങ്ങളും കാവ്രോ കവചിത ഉൽപ്പന്നങ്ങളും ലോകമെമ്പാടുമുള്ള സുരക്ഷാ സേനകളിൽ ഉപയോഗിച്ചു വരികയാണ്. ഇപ്പോൾ ഇതാ കരസേനയ്ക്കും മറ്റു സേനകൾക്കുമൊപ്പം വ്യോമസേനയുടെ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ കൂടി ഏറ്റെടുത്ത് അവർ പുതിയൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. വിദേശ സാങ്കേതിക വിദ്യകളെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ സ്വന്തം കമ്പനികളെ വളർത്തി വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. ഇത് സമയം ലാഭിക്കാൻ മാത്രമല്ല, രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റിൽ വലിയൊരു തുക ലാഭിക്കാനും സഹായിക്കുമെന്നതാണ്. ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്ന് ലോകത്തിന് മുന്നിൽ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു കരാറിലൂടെ. എന്തായാലും ഇന്ത്യയുടെ ഈ അഭിമാനകരമായ മുന്നേറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.